ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിയുടെ ആഭരണങ്ങള് സുധിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി. അത് പണയം വെച്ചിട്ട് തുക എടുക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി സുധിയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ സുധി വിചാരിച്ച കാശ് പണയം വെച്ചത് കിട്ടാത്തത് കൊണ്ട് തന്നെ ആ സ്വർണം വിൽക്കാണ് സുധി ചെയ്യുന്നത്. രേവതിയുടെ സ്വർണം വിറ്റ കിട്ടിയ ആ പണമാണ് സാധനങ്ങൾ വിറ്റിട്ട് കിട്ടിയ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ 1,00,000 രൂപ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെയും രേവതിയുടെ മുമ്പിൽ ഒന്നാളാവാൻ വേണ്ടിയിട്ട് സുധിയും കൂട്ടിയിട്ട് അവര് ഭക്ഷണം കഴിക്കുന്ന അങ്ങോട്ടേക്ക് പോകുന്നതാണ്. എന്നാൽ അപ്പോഴും സുധിയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റ പൈസയാണ് ഈ ലാഭം എന്ന് പറഞ്ഞിട്ട് താൻ കാണിച്ചെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചി ഉറപ്പായിട്ടും സുധിയുടെ കഴുത്ത് വെട്ടുന്നുള്ള കാര്യം അറിയാലോ. അങ്ങനെ പേടിച്ചു നിൽക്കുന്ന സുധിയെ കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. രേവതി ഉണ്ടാക്കിയ മീൻകറിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. വർഷ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്, ചേച്ചി ഇതിൽ ഉപ്പും മുളകും എല്ലാം കറക്റ്റ് ആയിട്ടാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ ചേച്ചി. ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഫിഷ് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്ന തോന്നുന്നു എന്നുള്ള കാര്യം വർഷ പറയുമ്പോഴേക്കും പിന്നെ ഞങ്ങളൊക്കെ എന്താ കഴിക്കാന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. സാധാരണ ചേച്ചി ഉണ്ടാക്കുന്ന മീൻകറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ ഇന്ന് ടേസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീകാന്ത് ചോദിക്കുകയാണേ. അത് ഞാന് മസാല അരയ്ക്കുന്ന സമയത്ത് 2-3 സാധനങ്ങൾ കൂടി അതിനകത്ത് ആഡ് ചെയ്തു എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. അതെന്താന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഡിഷിനകത്തും ഉൾപ്പെടുത്താം എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്നാൽ വർഷ പറയുന്നത് ഒരിക്കലും രേവതി ചേച്ചി അത് പറഞ്ഞു കൊടുക്കരുത്, രേവതി ചേച്ചി അതിന് പാറ്റേൺ ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ശ്രീകാന്ത് പറയുന്നത് ഞാൻ എന്റെ ചേച്ചിയുടെ അടുത്താണ് കാര്യങ്ങൾ ചോദിക്കുന്നത്, അതിന് നിനക്കെന്താ പ്രശ്നം? എന്നാൽ ആരാണെന്നുണ്ടെങ്കിലും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കരുത്, രേവതി ചേച്ചി ഇത്രയും ടേസ്റ്റിൽ ചെയ്തതല്ലേ. ഈ റെസിപ്പി ഒരു 5 സ്റ്റാർ ഹോട്ടലിന് സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചിക്ക് ലക്ഷങ്ങൾ ലഭിക്കുന്നൊക്കെ പറയാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് നമ്മുടെ രേവതിയെ പൊക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊന്നും കേട്ടിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രമതിക്ക് ഒട്ടും ദഹിക്കുന്നില്ല. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, വർഷേ ഇത് സാധാരണ ഒരു മീൻകറി മാത്രമല്ലേ, നീ എന്താ നിന്റെ നാട്ടില് ഇങ്ങനത്തെ മീൻകറി ഒന്നും ഇതുവരെ കഴിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ആന്റി ഞാന് മീൻകറി ഒരുപാട് കഴിച്ചിട്ടുണ്ട്, എന്നാൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ടേസ്റ്റിലൊരു മീൻകറി ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കെന്തോ ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ഉപ്പും അതുപോലെ മുളകൊക്കെ കുറച്ച് കുറവുള്ളത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഒപ്പിക്കാം, അത്രേ ഉള്ളൂ. രേവതിയെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയെ വെറുതെ വിടും. സച്ചി പറയുന്നുണ്ട്, അച്ഛാ അത്ര കുഴപ്പമില്ലാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ പ്ലേറ്റിനകത്ത് നോക്കി എത്ര മീൻ കഷ്ണങ്ങളാ ഉള്ളത് എന്നുള്ള കാര്യം. അത് സച്ചി അത് എത്ര നല്ലതാണെന്നുണ്ടെങ്കിലും രേവതി ചെയ്തു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ ഈ സംസാരത്തിനിടയിലാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ആന്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വാ ശ്രുതി ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. ഒരു മിനിറ്റ് ആന്റി, ഞാന് ആന്റിയുടെ അടുത്ത് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി പോവാണ്. എന്താണ് മോളെ കാര്യം എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും ആന്റി ശ്രുതിയെ കുറിച്ച് കണ്ട സ്വപ്നങ്ങളൊക്കെ അധികം വൈകാതെ നടക്കാൻ വേണ്ടി പോകുകയാണ്. ഓ ആണോ, അങ്ങനെ എന്ത് സ്വപ്നമാണ് അച്ഛാ അമ്മ കണ്ടെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ കയ്യിൽ നിന്നും എടുത്തോണ്ട് പോയ പണം തിരികെ തരുന്ന വല്ല സ്വപ്നവും അമ്മ കണ്ടിരുന്നോ? സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതി, അങ്കിൾ ഞാനൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, ദയവ് ചെയ്തിട്ട് സച്ചിയുടെ അടുത്തൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, നീ മിണ്ടാതെ കഴിക്കി സച്ചി എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് ശ്രുതിയുടെ അടുത്ത് പറയാനും പറയുന്നുണ്ട്. ശ്രുതി കുറച്ചുനാള് ജോലിക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ആൾക്കാര് ശ്രുതിയെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശ്രുതി ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട് വായ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ എന്നെ കുറിച്ചാ പറയുന്നത് എന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അതെ സച്ചി നിന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരിക്കലും നീ ശ്രുതിയെ ഒരു ഏട്ടൻ എന്ന ബഹുമാനം കൊടുത്തിട്ട് ഇന്നേ വരെ പെരുമാറിയിട്ടില്ല. അതുമാത്രമല്ല ശ്രുതി ഒരു രീതിയിലും മുന്നേറില്ല ലൈഫിൽ എന്നുള്ള രീതിയിലൊക്കെ നീ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രുതി പറയുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇപ്പൊ എന്നേക്കാൾ കൂടുതൽ നീയാണ് അവനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ നീ ഇപ്പൊ അവനെ കുറിച്ച് പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോ നീ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ എല്ലാവരുടെ മുമ്പെന്ന് പറഞ്ഞത്. സച്ചേട്ടൻ അങ്ങനെ ഒന്നുമില്ലാതെ ആരും ചീത്ത വിളിക്കാറില്ല എന്ന് രേവതി പറയുമ്പോഴേക്കും ഇനി എന്തായാലും ശ്രുതിയെ ആരും ചീത്ത വിളിക്കാൻ വേണ്ടി പറ്റില്ല. ശ്രുതി ആരാണെന്നുള്ള കാര്യം ഇന്ന് എല്ലാവർക്കും മനസ്സിലാകും. ശ്രുതിയുടെ കപ്പാസിറ്റി എന്താന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി കളിയാക്കുന്ന രീതിയിൽ ഇവനെന്താ ഡീസൽ ടാങ്ക് ആണോ, കപ്പാസിറ്റി എത്രയാന്നുള്ള കാര്യം അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ വേണ്ടിട്ട് രവി പറയുമ്പോൾ ഇത് നോക്ക് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് 1,00,000 രൂപ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചേച്ചി ഇത്രയും പണം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ശ്രുതി സമ്പാദിച്ച പണമാണ് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ചന്ദ്രമതിയുടെ മുഖം കാണുമ്പോഴേക്കും ശ്രുതിയുടെ മുഖത്തെ ആ സന്തോഷമൊക്കെ അങ്ങ് പോകുന്നുണ്ട്. 1,00,000 രൂപയോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അതേ അങ്കിൾ 4,00,000 രൂപയ്ക്ക് ഒരു ക്ലയന്റിന് ഇന്ന് സാധനങ്ങൾ സെയിൽ ചെയ്തു, അതിൽ 1 lakh നമുക്ക് പ്രോഫിറ്റ് വന്നു എന്ന് പറയണേ. അത് കേട്ട ഉടനെ തന്നെ ഇത് കൊള്ളാലോ ശ്രുതിയേട്ടാ, എന്തായാലും കൺഗ്രാറ്റുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. അപ്പോഴും ചന്ദ്രമതിയുടെ മുഖത്ത് വലിയ സന്തോഷം
സന്തോഷമൊന്നുമില്ല. തുടർന്ന് വർഷ പറയുന്നത് എന്താന്ന് വെച്ചാൽ പൊതുവെ ബിസിനസ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡള്ളായിരിക്കും, പിന്നെ അങ്ങ് പിക്കപ്പ് ആയിട്ട് വരുമല്ലോണം ചെയ്യുക. പക്ഷേ സുധിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നന്നായിട്ട് വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സുധി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ രവിയുടെ ഒരു ചോദ്യമാണ് കേട്ടോ, ശരിക്കും ഇവൻ സമ്പാദിച്ച പണം തന്നെയാണോ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചിക്ക് ചിരി വരുന്നുണ്ട്. അതെന്താ അങ്കിൾ ഇങ്ങനെ ചോദിക്കുന്നത്? അതല്ല ശ്രുതി, അവൻ ഇതുവരെ ഒരു ജോലിയും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. പിന്നെ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി അയച്ച പണം കൊണ്ടാണ് ഇവൻ ബിസിനസ് ആരംഭിച്ചത്. ഇനി ഇതും അവൻ തൊലച്ച് പാതിയിൽ വിട്ട് കളയോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. രവിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നാം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ സുധിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് രവി വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിപ്പോ പറയുന്ന കാര്യം കേട്ടപ്പോ എനിക്കും വളരെ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഇത് അങ്കിൾ വെറും സ്റ്റാർട്ടിങ് മാത്രമാണ്. സുധി ഇനിയും അതിലധികം സമ്പാദിക്കും. ആ സമയത്തൊക്കെ സുധിയെ താഴ്ത്തി കെട്ടിയവരുടെ മുഖം എവിടെ കൊണ്ടുവെക്കുന്നുള്ള കാര്യം എനിക്കൊന്ന് കാണണം എന്ന് പറയാണേ. മുഖത്തെ എടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ട് ആരെങ്കിലും പിന്നിൽ കൊണ്ടുവെക്കോ? നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ കുറിച്ചിട്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതിരിക്കട്ടെ, ഇന്ന് ഇവൻ 1 ലക്ഷം രൂപ സമ്പാദിച്ചില്ലേ, എനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവൻ ഇതുപോലെ തന്നെ 1 ലക്ഷം രൂപ ദിവസം സമ്പാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയുണ്ട്. ആ പണം അവൻ എത്രയും വേഗം തന്നെ തിരിച്ചു തരാനും പറ്റുമല്ലോ. ഇപ്പോ ഈ പണം അച്ഛന്റെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് എടുത്തോണ്ട് വന്നത്, അങ്ങനെയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ട് ശ്രുതി പറയുന്നുണ്ട്, കടയിൽ ഒരുപാട് ചെലവുണ്ട്, അപ്പോഴും നീ അച്ഛന്റെ കാശ് കൊടുക്കില്ല അല്ലേ? കണ്ടില്ലേ അച്ഛ, ലാഭം സമ്പാദിച്ചു കഴിഞ്ഞാലും അച്ഛന്റെ കാശ് തിരികെ കിട്ടുമെന്ന് തോന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആ കാശ് ഞങ്ങള് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രുതിക്കുള്ള ടാലന്റ് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ സിറ്റിയിൽ ഒരുപാട് ബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ട് ഞങ്ങൾ ഒരുപാട് സമ്പാദിക്കും. അപ്പോ ഞങ്ങള് അങ്കിളിന് കാശ് തിരികെ കൊടുക്കും. അത് നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഒരിക്കലും സച്ചിയേട്ടന് വേണ്ടിയിട്ടല്ല പണം ചോദിക്കുന്നത്. അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആ റെസ്പോൺസിബിലിറ്റി രേവതി ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യം പറയാണ്. പറച്ചില് മാത്രമേ ഉള്ളൂ, എന്നാ കൊടുക്കേണ്ട പണത്തിൽ 1 രൂപ ഇന്നേ വരെ കിട്ടിയില്ല എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. എന്നാ ഇതെല്ലാം കേൾക്കുമ്പോൾ രവി പറയുന്നത്, അതൊക്കെ വിട്ടേക്കട, എന്തായാലും സുധി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. എന്തായാലും ഈ പണം ഉപയോഗിച്ചിട്ട് നീ പഠിച്ച പഠിപ്പിനനുസരിച്ച രീതിയിൽ നീ മുന്നേറി വരണം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും താങ്ക്സ് എന്നൊക്കെ സുധി ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോഴും ചന്ദ്രമതി സുധിയെ തന്നെ നോക്കി പേടിപ്പിക്കുകയാണ്. ചന്ദ്രമതി നോക്കുമ്പോഴേക്കും സുധിയുടെ ഭാവം മാറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചന്ദ്രമതിയുടെ ആ ഒരു രീതി എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ശ്രുതിയാണ് ആദ്യം പറയുന്നത്, ആന്റി ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ആന്റി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ സുധിയേട്ടൻ ചെറിയ എന്തൊരു കാര്യം ചെയ്യുമ്പോഴേക്കും അമ്മ ഭയങ്കരമായിട്ട് പുകഴ്ത്തേണ്ടതാണല്ലോ, ഇപ്പൊ എന്താ അമ്മ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്, അമ്മ എന്താ ഓഫ് ആയ പോലെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അതൊന്നും ഇല്ലടാ, സുധി എന്റെ അടുത്ത് ഓൾറെഡി ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് ആദ്യം അറിയാമായിരുന്നു, അതെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോഴും സച്ചി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നത്, ആന്റി ഞങ്ങള് സൈലന്റ് പാർട്ട്ണറാണ്, ആന്റി കാരണമാണ് ഞങ്ങൾ ഇത്രയും വളർന്നത്. വളർച്ചയുടെ കാര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി സുധിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സുധിയുടെ അടുത്ത് പണം തരാൻ വേണ്ടിയിട്ട് ശ്രുതി പറയാണ്. പണം മേടിച്ചിട്ട് കുറച്ച് പണം എടുത്തിട്ട് ഇതാ ആന്റി ഞങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് ആന്റിക്കുള്ള ഷെയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അയ്യോ ശ്രുതി ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആന്റിയുടെ ബ്ലെസ്സിംഗ് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ ഉയരത്തിലൊക്കെ എത്തിയത്, അതുകൊണ്ട് ആന്റി ഇത് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് പറയാണ് കേട്ടോ ശ്രുതി പറയുന്നത് കേട്ടിട്ട് ചന്ദ്രമതി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പോയിട്ട് കൈ കഴുകിയിട്ട് വരുന്നുണ്ട്. അപ്പോഴും സുധിയെ തന്നെയാണ് കേട്ടോ ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നത്. ആന്റി പൂജാമുറിന്റെ അടുത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് സുധിക്ക് കിട്ടിയ ശരിക്കുള്ള പ്രോഫിറ്റ് ആണെന്ന് കരുതിയിട്ട് ആ പണം കൊടുക്കുന്നത്. എന്നാൽ രേവതിയുടെ സ്വർണം വിറ്റ പണം എന്നുള്ള കാര്യം ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ സുധിക്കും നന്നായിട്ട് അറിയാലോ. ശ്രുതി മേടിച്ചു ആന്റി എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതിയുടെ മുഖത്ത് സന്തോഷവുമില്ല, അത് മേടിക്കാൻ ഇങ്ങനെ മടി കാണിക്കുന്നുണ്ട്. ആ കാര്യം ശ്രദ്ധിച്ച സച്ചിയാണെന്നുണ്ടെങ്കിൽ രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛ അമ്മയുടെ പ്രിയപ്പെട്ട മകൻ സമ്പാദിച്ചിട്ട് ഇത്രയും പണം കൊടുത്തിട്ടും അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലല്ലോ. അത് ശരിയാണല്ലോ, ആന്റി എന്താ ടെൻഷനായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വർഷയും ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ കൊടുക്കുന്ന പണം പോരാ എന്നുള്ള കാര്യം തോന്നുന്നു എന്ന് സച്ചി പറയുമ്പോഴേക്കും ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണം താ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് സന്തോഷം കൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ചിരി കണ്ടിട്ട് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെയാണല്ലോ തോന്നുന്നു എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും രേവതി നീ അവന്റെ അടുത്ത് മര്യാദയ്ക്ക് മിണ്ടാതെ കഴിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ രേവതി ആണെന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ ഇത് കഴിക്ക് കാല് വേദനിക്കുന്നു എന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഈ പണം വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോവാണ്. കൂടെ ശ്രുതിയുടെ അടുത്തും ചെല്ലാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ശ്രുതി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. റൂമിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ചന്ദ്ര ശ്രുതിയുടെ അടുത്ത്, എടാ
ഇത് നീ സമ്പാദിച്ച കാശാണോ? ഇത് ഇത്ര വലിയ കാര്യമായിട്ട് നീ എല്ലാവരുടെ അടുത്തും പോയിട്ട് പറയുന്നു? അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാണ്? ശ്രുതി കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഇത് ഇവിടെയുള്ള ആൾക്കാരെ അറിഞ്ഞാലുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, മൊത്തത്തിൽ പിച്ചി തിന്നാൻ വേണ്ടി തോന്നുന്നു എന്നുള്ള കാര്യം. അത് ഇവര് പറയുന്നതുമായിട്ട് കണക്റ്റഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്കും ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നുണ്ട്. ഈ കാര്യം സച്ചി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ പപ്പും പൊടിയും പറിക്കുമല്ലോ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. സച്ചി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി ദോശ ചുട്ടും ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. സച്ചി എണീക്കുമ്പോഴേക്കും ഒരു ദോശയുമായിട്ട് രേവതി ഇങ്ങനെ വരുന്നുണ്ട്. ഇതും കൂടി കഴിച്ചിട്ട് എണീക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അയ്യോ മതി രേവതി എന്ന് പറഞ്ഞിട്ട് കൈ കേൾക്കുവാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട്. എന്താ സച്ചി, നീ പോവാനായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അച്ഛൻ ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, അച്ഛൻ കഴിക്കുക എന്ന് പറയുന്നുണ്ട്. ഞാൻ കുളിച്ചിട്ട് കഴിച്ചോടാ. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. രേവതി ചായ ആയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദാ അമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്കൊന്ന് വിളിച്ചൂടെ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇപ്പോ ചായ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയുന്നിട്ട് അവിടുത്തെ ഒരു പ്ലേറ്റും അതുപോലെ സ്പൂണും കൂടി എടുത്തിട്ട് കൊട്ടുവാണ് കേട്ടോ. കോഫി റെഡി, എല്ലാവരും വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദം കേട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം. എടാ അമ്മയാടാ പറഞ്ഞത് ചായ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കണം എന്നുള്ള കാര്യം, അതുകൊണ്ടാണ് തട്ടിയത് എന്ന് കരുതിയിട്ട് ഇങ്ങനെ മണി അടിച്ചിട്ടാണോടാ എല്ലാവരും വിളിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? ഇതും നല്ലൊരു ഐഡിയ തന്നെയാണ് രേവതി. എന്തായാലും ഇത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ വലിയൊരു മണി തൂക്കിത്തരാം. അങ്ങനെയാകുമ്പോ നിനക്ക് മണി അടിച്ചാൽ മതിയല്ലോ. ഭക്ഷണം അതുപോലെ ചായയൊക്കെ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബെല്ലടിച്ചാൽ മതി, അപ്പോ എല്ലാവരും വന്നോളൂ. ഇതെന്താടാ സ്കൂളാണോ? ബെല്ലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാനേ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും, അപ്പോ നിനക്ക് അറിയാലേ ചന്ദ്രേ ഇത് വീടാണ് എന്നുള്ള കാര്യം, അപ്പോ നിനക്ക് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? രാവിലെ തന്നെ വെറുതെ ഓരോന്ന് പറയാൻ വേണ്ടി നിൽക്കണ്ട. അങ്ങനെ അവരുടെ സംസാരത്തിന്റെ ഇടയ്ക്കാണ് കേട്ടോ രവിയുടെ ഫോണിലേക്ക് കലാവതി വിളിക്കുന്നത്. അമ്മയെ സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നു, നിനക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മയെ ഞാനും സുഖമായിട്ടിരിക്കുന്നു, അമ്മയെ വിളിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് വിളിച്ചല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. വരുന്ന 30-ാം തീയതി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അമ്മയുടെ 80-ാം പിറന്നാൾ വരുന്നു, അറിയാം അമ്മേ. അത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ശരിയാണല്ലോ, അച്ഛമ്മയുടെ പിറന്നാളല്ലേ, അതാരാണ് സച്ചിയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അമ്മേ, ഞാൻ സ്പീക്കറിലിടാ എന്ന് പറഞ്ഞിട്ട് ഉടനെ ഫോണിൽ ലൗഡ് സ്പീക്കറിൽ ഇടുന്നുണ്ട്. തുടർന്ന് സച്ചി പറയുന്നത്, അച്ഛമ്മയ്ക്ക് ഇത്രയും വയസ്സൊക്കെ ആയല്ലേ, കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ആരും പറയില്ല, ഒരു 40-45 അത്രയൊക്കെ പറയുള്ളൂ. എടാ നിന്റെ കണ്ണിൽ മാത്രമേ എനിക്ക് അങ്ങനെ പ്രായം കുറഞ്ഞതായിട്ട് തോന്നുള്ളൂ. സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവൻ നന്നായിട്ട് ഐസ് വെക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 20 വയസ്സെന്നുള്ള കാര്യം പറയും. തുടർന്ന് വർഷ പറയുന്നത് 80-ാം വയസ്സ് എന്നുള്ള കാര്യം പറയുമ്പോൾ അത് നമ്മൾ സ്പെഷ്യലായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടല്ലേ. അതെ, അതെങ്ങനെയാ നമ്മൾ ചെയ്യാണ്ടിരിക്കുക? അമ്മേ, ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അമ്മയുടെ പിറന്നാൾ ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഒരു അമ്പലത്തിൽ പോകണം. അതൊക്കെ നീ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ ചെയ്തത്. അതൊന്നും വേണ്ട. അതെന്താ അമ്മ വേണ്ട എന്നുള്ള കാര്യം പറയുന്നത്? നമ്മുടെ കുടുംബത്തില് അങ്ങനെ ചെയ്തിട്ടല്ലേ ശീലം. അതേ വയസ്സില് നമ്മള് അച്ഛനും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തത്? അല്ല അച്ഛ, എന്റെ അച്ഛൻ 50 വയസ്സിൽ പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എടാ നിന്റെ അച്ഛനെ കുറിച്ചിട്ടല്ല, ഞാൻ എന്റെ അച്ഛനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. തുടർന്ന് കലാവതി പറയുന്നുണ്ട്, എനിക്കങ്ങനെ അവിടെ ഒന്നും പോകുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. നമ്മളെ കുടുംബത്തോടെ എല്ലാവരും ഒന്നായിട്ട് ഇരുന്നാൽ മതി. അമ്മയ്ക്ക് അങ്ങനെയാണ് ആഗ്രഹം എന്ന് വെച്ചാല് ശരി, അതുപോലെ തന്നെ ചെയ്യാം. എല്ലാവരും കൂടി ചേർന്നിട്ട് 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കലാവതി വിളിക്കുമ്പോഴേക്കും അമ്മ ഒന്ന് നിൽക്കൂ, ഇവിടെ എല്ലാവരും ഉണ്ട്, ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് പറയാം. എല്ലാവരും അമ്മ പറഞ്ഞ കാര്യം കേട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി എന്താന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പൊ അടുത്ത ദിവസമല്ലേ നമ്മൾ എല്ലാവരും കൂടി നാട്ടിൽ പോയിട്ട് വന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്. അത് കേട്ട കലാവതി ആണെന്നുണ്ടെങ്കിൽ, അല്ല ചന്ദ്രൻ, നിനക്കെന്താ ഇങ്ങോട്ട് വരാൻ വലിയ മടി? അയ്യോ അങ്ങനെയല്ല അമ്മേ, എല്ലാവരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാകും. എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് എടി? എനിക്ക് എന്റെ മക്കളും പേരക്കുട്ടികളുമായിട്ട് നിൽക്കുന്നത് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം വിട്ടേക്കും അച്ഛമ്മേ, അച്ഛമ്മയുടെ പിറന്നാളിന് എല്ലാവരും ഒന്ന് ചേർന്നിട്ട് അവിടെയല്ലേ ഉണ്ടാവുക, ഞങ്ങൾ എന്തായാലും വരും എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് രേവതിയും പറയുന്നുണ്ട്, അതെ അച്ഛമ്മേ, അച്ഛമ്മയുടെ പിറന്നാൾ നമുക്ക് ആഘോഷമാക്കി മാറ്റണം. എടാ നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് അങ്ങ് അഭിപ്രായം പറയാം, ഞങ്ങളുടെ ഒപ്പീനിയൻ ചോദിക്കണേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്കൊക്കെ എന്ത് ഒപ്പീനിയൻ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണെ. അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പൊക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ കലാവതി ആണെന്നുണ്ടെങ്കിൽ നിക്ക് സച്ചി, എല്ലാവരുടെയും ഒപ്പീനിയൻ എനിക്ക് അറിയണം. എടാ സുധി, നിനക്ക് അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അയ്യോ അച്ഛമ്മേ, അങ്ങനെയൊന്നുമില്ല, എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴല്ലേ അച്ഛമ്മ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ 3-4 ദിവസം ഒന്നും ഷോറൂമിൽ ലീവ് ഇടാൻ വേണ്ടി പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മേ എനിക്കും പാർലറിൽ ഒരുപാട് ക്ലയൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ വിട്ടുവരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഓ, അച്ഛമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും 2 ദിവസം ലീവ് എടുക്കാൻ വേണ്ടി പറ്റില്ലേ? വലിയ വലിയ ആൾക്കാരുടെ പിറന്നാളിനൊക്കെ ലീവ് ഒക്കെ എടുക്കുന്നു, പക്ഷെ അച്ഛമ്മയ്ക്ക് വേണ്ടി ലീവ് എടുക്കാൻ പറ്റില്ലേ? അത് കഴിഞ്ഞ് ശ്രീകാന്തും പറയുന്നുണ്ട്, ഇപ്പൊ കുറച്ച് ടൈറ്റ് ആണ്, എന്തായാലും ഓണർ ലീവ് തരില്ല എന്നുള്ള കാര്യം.
തുടർന്ന് വർഷയും പറയുന്നുണ്ട് എനിക്കും ഒരുപാട് ഡബിങ്ങും പെൻഡിങ്ങും ഉണ്ട്. അത് കേട്ട ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് വേറെ ആരും സംസാരിക്കില്ല എന്നുള്ള കാര്യം. അതിന് മറുപടിയായിട്ട് വർഷ സച്ചിയുടെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ഭക്ഷണം കഴിക്കോ, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കഴിക്കണം. അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായം കേൾക്കുമ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് എന്താ ഇത് അമ്മ എല്ലാവരും ഒത്തിട്ട് പിറന്നാൾ ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഓരോരുത്തർക്ക് ഓരോ ജോലിയുണ്ട്. അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇവിടെ എന്താ എല്ലാവരും ചുമ്മാ ഇരിക്കുകയാണോ, ഓരോരുത്തർക്ക് ഓരോ ജോലിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അല്ല ചന്ദ്ര നിനക്ക് അവിടെ എന്ത് ജോലിയാ ഉള്ളത്, അമ്മിക്കല്ല് പോലെ നീ വീട്ടിൽ ചുമ്മാ ഇരിക്കല്ലേ. അതെ അമ്മേ ഞാനും ഭരതനാട്യ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്, ഈ സച്ചിയും രേവതിയാണ് എല്ലാം നശിപ്പിച്ചത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും കലാവതി പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാം, ഈ വയസ്സിൽ നിനക്ക് ഇതിന് ആവശ്യമില്ലാത്ത പണി എന്തിനോ ചെലങ്ക കിട്ടി വിടുന്നത് പോലെയാണ് നിന്റെ ഓരോ കാര്യങ്ങൾ ചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങോട്ട് പോരുക എന്നുള്ള കാര്യം നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള പണിയാണ് അവള്. ഞാൻ അങ്ങോട്ട് വരണമെന്നോ എന്നുള്ള കാര്യം കലാവതി ചോദിക്കുമ്പോൾ അതേ അച്ഛമ്മയുടെ പിറന്നാള് നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടി ആഘോഷിക്കാം, സച്ചേട്ട എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ ശരി അച്ഛമ്മേ, ഇവരാരും അങ്ങോട്ട് വരുന്നത് പോലെയില്ല, അതുകൊണ്ട് അച്ഛമ്മ ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ടേക്ക് വന്നോളൂ, നമുക്ക് ഈ വീട്ടിൽ ആഘോഷിക്കാം, അച്ഛമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. അത് കേൾക്കുമ്പോൾ സച്ചി പറഞ്ഞ കാര്യവും ശരി തന്നെയാണ് അമ്മ ഇങ്ങോട്ടേക്ക് വാ, എല്ലാവരോടും ഒപ്പം നമുക്ക് ഇവിടെ ഒന്നായിട്ട് നിൽക്കാം, ഇവിടെ നമുക്ക് ആഘോഷിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രേവതി അച്ഛമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി തരും, നമുക്ക് ഇവിടെ ഗംഭീരാക്കാം എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതിയും പറയുന്നുണ്ട് അതെ അച്ഛമ്മ ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്കത് വലിയൊരു ആഘോഷമാക്കി മാറ്റാം, അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്തും അതുപോലെ വർഷയൊക്കെ ഇങ്ങോട്ട് വാ അച്ഛമ്മ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത്. അല്ല ചന്ദ്രേ നിന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വരുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അമ്മ ഇങ്ങോട്ട് വരുന്നതിൽ എനിക്ക് എന്ത് ഇഷ്ടക്കേടാണ്, മക്കളെല്ലാം ആഗ്രഹിക്കുന്നില്ലേ, അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട്. ശരി എന്തായാലും നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വരാ എന്ന് പറയാണ്. അച്ഛമ്മേ ശരി എന്തായാലും അച്ഛമ്മ അവിടുന്ന് ബസ് കയറി വിളിച്ചാൽ മതി, ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അച്ഛമ്മയെ പിക്ക് ചെയ്തോളാം. അത് കഴിഞ്ഞിട്ട് രവിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിയിട്ട് രവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അമ്മയുടെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. രവി ഫോണും കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്, ഓരോരുത്തർ ഓരോ വഴിക്ക് പോവാണ്. പക്ഷെ ചന്ദ്രമതിക്ക് മാത്രം അത് വലിയ താല്പര്യമില്ല, കാരണം അമ്മ വരിക എന്നുള്ള കാര്യമാണല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികത്തിന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ വീട്ടിലുള്ള എല്ലാ ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇപ്പോ വീണ്ടും അവരുടെ പിറന്നാളെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നു. അവരിങ്ങോട്ട് വരില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടും ഈ രേവതിയാണ് നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചന്ദ്രയോടെ. അത് കഴിഞ്ഞ് സച്ചിയാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അത് കണ്ട രേവതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അല്ല സച്ചിയേട്ടൻ എന്താ ഇത്രയും നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അച്ഛമ്മയെ കുറിച്ചിട്ടാണ്. അച്ഛമ്മയെ കുറിച്ചിട്ട് എന്താ ആലോചിക്കാനാ? അച്ഛമ്മ അടുത്ത ആഴ്ച വരില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. വരുന്നൊക്കെ ഉണ്ട്, 80ാം പിറന്നാളും ആഘോഷിക്കുകയാണ്, അത് നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ ആഘോഷിക്കുക എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. അതല്ല രേവതി, അച്ഛമ്മയുടെ 60ാം പിറന്നാളിന് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അന്ന് എന്റെ പ്രായം ചെറുതായത് കൊണ്ട് തന്നെ അന്ന് എന്റെ കയ്യിൽ കാശുമില്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. ഇപ്പോ എന്തെങ്കിലും മേടിക്കാന്നുള്ള കാര്യത്തെക്കുറിച്ചാണോ ആലോചിക്കുന്നത്? ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, കുറച്ചുനാള് സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതും അച്ഛമ്മ പഠിപ്പിച്ചതാണ്. എനിക്ക് വേണ്ടിയിട്ട് അച്ഛമ്മ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ട് കാറ് മേടിക്കാൻ വരെ അച്ഛമ്മയാണ് കാശ് തന്നത്. എനിക്ക് വേണ്ടിയിട്ട് അച്ഛമ്മ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മതിയാവില്ല. അതെല്ലാം സച്ചിനോടുള്ള സ്നേഹത്തിന്റെ പുറത്തല്ലേ അച്ഛമ്മ ചെയ്തത്. എനിക്കും കല്യാണം കഴിഞ്ഞിട്ട് താലി പിരിച്ചു കോർക്കൽ സമയത്ത് അച്ഛമ്മ സ്വർണ്ണമൊക്കെ ഇട്ടില്ലായിരുന്നോ. അമ്മയുടെ സ്നേഹം എങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു തന്നത് തന്നെ എന്റെ അച്ഛമ്മയാണ്. അച്ഛമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റണ്ടേ. ശരി എന്താണ് ചെയ്യണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നത്? അച്ഛമ്മയ്ക്ക് സ്വർണത്തിലൊരു മാല മേടിച്ചു കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ചെയിനിൽ ഇങ്ങനെ ഡിസൈനിലെ കാര്യങ്ങളെ കുറിച്ച് പറയാണേ. അങ്ങനെ ഒരു ചെയിനിന്റെ പേര് നമ്മുടെ രേവതി പറയുന്നുണ്ട്. എനിക്കും അച്ഛമ്മയ്ക്ക് ചെയിൻ ഇട്ടിട്ട് അച്ഛമ്മയുടെ അഴക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ. നമുക്ക് എന്തായാലും സച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയിന് മേടിച്ചു കൊടുക്കാം. അതുപോലത്തെ ചെയിന് മേടിക്കാനുള്ള കാശ് കയ്യിലുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, പക്ഷെ ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. കടം മേടിക്കാം, എവിടെന്നെങ്കിലും കടം മേടിക്കാം. അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുക? കടം മേടിക്കുന്നതിൽ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്താ സച്ചേട്ട അങ്ങനെ പറയുന്നത്? അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്റെ ജീവിതം എങ്ങനെയാവും എന്നുള്ള കാര്യം ഞാൻ ഭയങ്കരമായിട്ട് ഭയന്നിരുന്നു. നീ നന്നായിട്ടിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നത് അച്ഛമ്മയാണ്. അച്ഛമ്മയെ ഞാൻ എന്റെ സ്വന്തം അച്ഛമ്മയെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് കടം മേടിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം രേവതി പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് പണത്തിന് ഏർപ്പാടാക്കുകയും നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ചെയിൻ മേടിക്കാം എന്നൊക്കെ പറയണേ. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. 3-4 പേരെ കാണുന്നുണ്ട്. അവരുടെ കയ്യിലൊന്നും പണമില്ല എന്ന് പറയണേ. അവസാനമായിട്ട് ഒരാളുടെ അടുത്ത് പോകുന്നുണ്ട്. എത്ര രൂപ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ 2 ലക്ഷം എന്ന് പറയുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഈട് വെക്കണം, സ്വർണ്ണോ അല്ലെങ്കിൽ
വണ്ടിയുടെ RCO എന്തെങ്കിലും, അല്ലാണ്ട് പണം തരാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നുണ്ട്. സ്വർണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പണം ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ എന്റെ അടുത്ത് സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തരുമെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. ഒരു വീടും ഇല്ലാതെ പണം തരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളും കൈയൊഴിയാണ്. അങ്ങനെ സച്ചി തിരികെ വീട്ടിലേക്ക് വരുവാണേ. രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വാ ചായ ഞാനിതാ ഇപ്പൊ ഉണ്ടാക്കിയുള്ളൂ, സച്ചിയേട്ടന് ഒന്ന് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും സച്ചി ഇങ്ങനെ തിരിഞ്ഞിട്ട് ടെൻഷനോട് കൂടി നിൽക്കാണ്. അല്ല, സച്ചിയേട്ടൻ പറഞ്ഞല്ലോ അച്ഛമ്മയ്ക്ക് ചെയിൻ മേടിക്കണോ എന്നുള്ള കാര്യം. എനിക്ക് അറിയുന്ന ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് മേടിക്കാട്ടോ. എനിക്ക് വേണ്ടിയിട്ട് അവര് പണമൊക്കെ കുറച്ച് തരുന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ സച്ചിയേട്ടൻ ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് സച്ചിയുടെ മുഖം നമ്മുടെ രേവതി ശ്രദ്ധിക്കുന്നത്. ചായ അവിടെ വെച്ചിട്ട്, അല്ല സച്ചിയേട്ടൻ എന്താ പറ്റിയത്, മുഖത്തെന്താ ഒരു വിഷമോ? അച്ഛമ്മയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് വേറെ സാരിയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. എന്താ സച്ചിയേട്ടൻ ഇങ്ങനെ പറയുന്നത്? കടം ഞാൻ പോയി ചോദിച്ച സമയത്ത് ആരും തരില്ല. 4-5 പേരെടുത്ത് ഞാൻ പോയി കണ്ടു. കാർ മേടിക്കാനൊക്കെ ആണെന്നെങ്കിൽ തരാം, പക്ഷെ സ്വർണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി തരില്ല എന്നാ പറയുന്നത്. കാറ് നമ്മൾ ഇപ്പം തന്നെ ഡ്യൂ കെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഞാൻ എത്ര പലിശ വേണമെങ്കിലും തരാം എന്നുള്ള കാര്യം പറഞ്ഞു, പക്ഷെ ഒരാളും തരുന്നില്ല. അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറയാണേ. തുടർന്ന് രേവതി പറയുന്നത്, എനിക്കറിയുന്ന ഒരു പലിശക്കാരനുണ്ട്, പക്ഷെ അയാളടുത്ത് ഞാൻ ഓൾറെഡി കടം മേടിച്ചല്ലോ, അത് തിരികെ കൊടുക്കാതെ വേറെ കടം തരില്ല. അച്ഛമ്മയ്ക്ക് ഒരു ചെയിൻ മേടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ അത് പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്റെ കൈകൊണ്ട് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ സച്ചിയുടെ വിഷമം കാണുമ്പോഴേക്കും എന്തിനാ സച്ചിയുടെ ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛമ്മയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ, അതൊക്കെ നമുക്ക് മേടിക്കാം. അതിന് കടം എവിടെന്നെങ്കിലും കിട്ടണ്ടേ? കടം കിട്ടിയില്ലെങ്കിൽ എന്താ, എന്റെ സ്വർണം അമ്മയുടെ കയ്യിലില്ല, അത് മേടിച്ചിട്ട് നമുക്ക് പണയം വെച്ചിട്ട് അച്ഛമ്മയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കാം. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നീ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തത്? ഇപ്പോഴും എനിക്ക് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, പക്ഷേ നമ്മള് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിക്കാം. അപ്പൊ നിന്റെ ശബ്ദം എന്താവുന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ, ഞാൻ ഇനി ചെയിൻ ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വർണ്ണം ഇടുന്നുണ്ടെങ്കിൽ അത് സച്ചിയേട്ടൻ മേടിച്ചു തന്നതാ, അങ്ങനെയല്ലേ ഞാൻ ശബ്ദം ഇട്ടത്. പക്ഷെ നമ്മള് സ്വർണം പണയം വെക്കുന്നത് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ കാർ കൊടുക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ കാറാണ് നമ്മുടെ ആകെ കൂടുള്ള ഒരു അസറ്റ്, അത് നിങ്ങൾ പണയം വെച്ചാൽ എങ്ങനെ ശരിയാവുക? ആ പണയം സ്വർണം വെച്ചിട്ട് നമുക്ക് അച്ഛമ്മയ്ക്ക് സ്വർണം മേടിച്ചു കൊടുക്കാം. കാശ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണയത്തിന് എടുത്തു വെച്ച സ്വർണം നമുക്ക് തിരികെ അമ്മയ്ക്ക് എടുത്തു കൊടുക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണോ നീ പറയുന്നത്? നമ്മുടെ അച്ഛമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് ഒരു ശബ്ദമൊന്നുമില്ല. സ്വർണം നിന്റെ കയ്യിലിരിക്കണമെന്നല്ലേ അച്ഛമ്മ ആഗ്രഹിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ, അച്ഛമ്മ എനിക്ക് സ്വർണ്ണം ഉണ്ടാവണം എന്ന് വിചാരിച്ച് എനിക്ക് തന്നു, എന്നാൽ അച്ഛമ്മയ്ക്ക് സ്വർണ്ണം ഇടണം എന്നുള്ളത് സച്ചിയേട്ടന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹം നിറവേറ്റലാണ് എന്റെ ആഗ്രഹം. നീ നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് രേവതി, പക്ഷെ നമ്മളിപ്പോ പോയിട്ട് അമ്മയുടെ അടുത്ത് സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കും. നമ്മളിപ്പോ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാവെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മളെന്തിനാ ചോദിക്കുന്നത്? നമുക്കിത് പോയിട്ട് അച്ഛന്റെ അടുത്ത് പറയാം, അച്ഛന്റെ അടുത്ത് സ്വർണ്ണം എടുത്ത് തരാൻ വേണ്ടി പറയാം. അത് ശരിയാന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അച്ഛൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തരും, എന്തായാലും അച്ഛൻ ഹാളിലുണ്ട്, പോയി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ ചെല്ലുന്നുണ്ട് അച്ഛന്റെ അരികിലേക്ക്. അച്ഛൻ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ സച്ചി ഇങ്ങനെ മടിച്ചു നിൽക്കുവാണ്. ദേ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ പോയി ചോദിക്കുന്നു പറയുമ്പോൾ, നീ പോയി ചോദിക്കുക, എനിക്ക് എങ്ങനെ ചോദിക്കേണ്ടെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ, ആയോണ്ട് ചോദിച്ചാൽ മതി, പോയി ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് തള്ളി വിടുന്നുണ്ട് കേട്ടോ സച്ചിയുടെ രവിക്ക് അരികിലേക്ക് തന്നിട്ട് സച്ചി അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, എപ്പോഴാടാ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ദേ ഇപ്പൊ വന്നോളൂ. അച്ഛൻ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല. നീ കഴിച്ചോ? ഇല്ല അച്ഛൻ കഴിക്കണം. ശരി, സുധി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം എന്ന് പറയുമ്പോഴേക്കും രേവതി ആണെങ്കിൽ ചോദിക്കുന്നു പറയുന്നുണ്ട്. അച്ഛ എനിക്ക് അച്ഛൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കണം എന്ന് പറയാണേ. എന്താന്ന് ചോദിക്കുമ്പോൾ, ഞാനല്ല അച്ഛ, രേവതിക്ക് എന്തോ ചോദിക്കണം. അതെന്താ സച്ചിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചിട്ട്, അല്ല അച്ഛൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാ. അതല്ലേ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ എന്തോ കാര്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവണേ. അത് കഴിഞ്ഞ് രേവതി പറയുന്നുണ്ട്, അച്ഛൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, സച്ചിയുടെ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ തലയ്ക്ക് ഇടുകയാണ് രേവതി. രണ്ടുപേരും എന്തോ പറയാൻ വേണ്ടി വരികയാണ്, രണ്ടുപേരും പറയാൻ മടിക്കാണ്. ആദ്യം കാര്യം എന്താന്ന് വെച്ചാൽ പറ. അങ്ങനെ സച്ചി അത് ഒന്നുമില്ല അച്ഛ, വിട്ടേക്കെന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വീണ്ടും രവി ചോദിക്കുന്നുണ്ട്, എന്തോ കാര്യമുണ്ട്, എന്താന്ന് വെച്ചാൽ പറ. അതച്ഛ അമ്മയുടെ കയ്യിൽ രേവതി ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ, എന്തിനെ കുറിച്ചാണ് നീ പറയുന്നത്? അച്ഛ അന്ന് രേവതി കൊടുത്തില്ലേ ഊരിയിട്ട്, അവളിട്ടിട്ട് സ്വർണ്ണല്ല, അത് ഇപ്പൊ ആവശ്യമുണ്ട്. ഇവരുടെ സംസാരം നമ്മുടെ സുധി അവിടുന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അടുത്തുനിന്ന് ഇങ്ങനെ കേൾക്കുവാണ്. അച്ഛാ സ്വർണം കിട്ടോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ, നിങ്ങളുടെ സ്വർണം ചോദിക്കുന്നതിന് നിങ്ങൾ രണ്ടുപേരും ഇതിനെങ്ങനെ മടിക്കുന്നത്? അത് രേവതി കയ്യിൽ തന്നെ വെക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, അമ്മയുടെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഞാനും രേവതിയും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏത് രീതി സംസാരിക്കുന്നുള്ള കാര്യം അച്ഛന് തന്നെ അറിയാം, അച്ഛൻ തന്നെ സംസാരിച്ചിട്ട് മേടിച്ചതാ, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ അമ്മ ഇപ്പൊ ബാമയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്, വന്ന ഉടനെ തന്നെ ഞാൻ ചോദിച്ചു മേടിച്ചു തരാം എന്നുള്ള കാര്യം പറയണം. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് രേവതിക്കും സന്തോഷാവുന്നുണ്ട്. എന്നാൽ ഈ സംഭാഷണം കേട്ട സുധിയാണെന്നുണ്ടെങ്കിൽ
അവിടുന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ എന്താ പെട്ടെന്ന് സ്വർണം ചോദിക്കുന്നത്, ഇവൻ അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണോ അറിയാണ്ട് ചോദിക്കുകയാണോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? തുടർന്ന് ഭാമയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. ചന്ദ്രമതി പറയുന്ന കാര്യമൊക്കെ കേട്ടിട്ട് ഭാമ ഭയങ്കര ചിരിയാണ്. നീ എന്തിനാ ഇപ്പൊ ചിരിക്കുന്നത്? ഇതുപോലെയൊക്കെ പറ്റിക്കപ്പെടും എന്നുള്ള കാര്യം ന്യൂസിലാണ് കണ്ടത്, എന്നാ ഇപ്പോ നേരിൽ കണ്ടു. നിന്റെ മകൻ എന്താ ഇത്രയും പൊട്ടനാണോ? ഞാൻ പറഞ്ഞിട്ട് തന്നെ അവൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇനി നീയും ഇതുപോലെ തന്നെ പറയല്ലേ എന്നുള്ള കാര്യം പറയുമ്പോ, നീയും നിന്റെ മകനും ഇവിടെ നിൽക്കേണ്ട ആൾക്കാരല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും വലിയ ക്രിമിനൽ കൂട്ടത്തിന്റെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ്. നീ എന്താ കളിയാക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, നീ ചെയ്ത കാര്യത്തിന് എന്താ പിന്നെ പറയേണ്ടത് ചന്ദ്രേ? ഇതുവരെ നീ നിന്റെ പയ്യന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ വീട്ടിലറിയാതെ സ്വർണം വരെ പണയം വെച്ചിരിക്കുന്നു. വേറെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നീ പറയുന്ന ഭാമേ? ഇവൻ പറ്റിക്കപ്പെട്ടു, എന്തായാലും ഞാൻ അവനെ രക്ഷിച്ചാലേ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് രേവതിയുടെ സ്വർണ്ണം നിനക്ക് കിട്ടിയുള്ളൂ. അത് അവള് വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്ന് കരുതിയിട്ട് നീ ആ സ്വർണ്ണം എടുത്തിട്ട് പണയം വെക്കാൻ വേണ്ടി പറയോ? രേവതി ആ സ്വർണ്ണം വേണ്ടെന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് നീ അതെടുത്തിട്ട് പണയം വെക്കാൻ കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? എപ്പൊ നോക്കിയാലും നീ അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ മനസ്സിലായില്ല, നിന്റെ മകനെ രക്ഷിച്ചത് രേവതിയുടെ സ്വർണ്ണമാണ്. അതൊന്നും അവളുടെ സ്വർണ്ണമല്ല, രേവേട്ടൻ കാശ് കൊടുത്തിട്ട് അവൾക്ക് വേണ്ടിയിട്ട് മേടിച്ച സ്വർണ്ണം എന്ന് പറയാണ്. അവള് ഇതൊന്നും വേണ്ട എന്നും അവളുടെ ഭർത്താവെല്ലാം മേടിച്ചു കൊടുക്കുന്നല്ലേ അവള് പറഞ്ഞത്. ചുമ്മാ ഇരിക്കില്ലേ സ്വർണം, അത് സുധിക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് ഞാൻ എടുത്തു കൊടുത്തു. ഇനി ഒരു പക്ഷെ രേവതി സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൾ എന്തിനാ ചോദിക്കുന്നത്? അവള് ശബ്ദമെല്ലാം വെച്ചിരിക്കല്ലേ. സച്ചിയും ചോദിക്കില്ല. ഒരു 5-6 മാസം കൊണ്ട് എന്തായാലും സുധി സ്വർണം തിരികെ എടുത്തു തരും. അത് അങ്ങനെ തന്നെ തിരികെ വെക്കുകയും ചെയ്യും. അപ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അമ്മയെന്ന് വിളിച്ചും കൊണ്ട്. സുധി ടെൻഷൻ അടിച്ച് വരുന്ന കാണുമ്പോഴേക്കും എന്താടാന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ശരി, എന്തായാലും ഞാൻ ഓട്ടോ പിടിച്ച് പോകണമെന്ന് വിചാരിച്ചതാണ്, എന്തായാലും നീ വന്നല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, ഇല്ല അമ്മ, സുധി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബബ്ബ അടിക്കുന്ന രീതിയിൽ സ്വർണം സച്ചി അച്ഛന്റെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താ സുധി പറയുന്നത്? അച്ഛൻ ഇതാന്നൊക്കെ പറയുമ്പോഴേക്കും, എന്താടാ അച്ഛന് ശരീരത്തിന് സുഖമില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നമുക്കാണ് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, നീ പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിൽ പറ എന്ന് പറയുന്നുണ്ട്. അമ്മേ, ആ സച്ചി ഇപ്പൊ പോയിട്ട് അച്ഛന്റെ അടുത്ത് രേവതിയുടെ സ്വർണം തിരികെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. രേവതി തന്ന സ്വർണ്ണം ഇല്ലേ, അത് രണ്ടുപേരും കൂടി ചേർന്നിട്ട് അച്ഛന്റെ അടുത്ത് പോയി ചോദിച്ചു. അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് മേടിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞു. എന്തിനാണ് അവര് സ്വർണം ചോദിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ, ഒരുപക്ഷെ ചന്ദ്രയെ സത്യം മനസ്സിലാക്കിയിട്ടാവോ എന്നുള്ള കാര്യം ഭാമ ചോദിക്കുന്നുണ്ട്. അല്ല, അവര് വേറെ എന്തിനോ ചോദിച്ചതുപോലെയാണ് തോന്നിയത്. എന്തിനാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അറിയില്ല അമ്മേ, പക്ഷെ ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവര് നിൽക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഭാമ ചിരിക്കുന്നുണ്ട്. സ്വർണം 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നുള്ള കാര്യം നീ ഇപ്പോഴല്ലേ പറഞ്ഞത്? ഇപ്പൊ അരമണിക്കൂർ കൊണ്ട് തിരികെ കൊടുക്കണല്ലോ. ഭാമേ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? എടാ, ഇപ്പൊ ഞാൻ തിരികെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ രവിയേട്ടൻ എന്റെ അടുത്ത് സ്വർണം ചോദിക്കും. ഞാൻ എന്താണ് ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അത് തന്നെയാണ് അമ്മ എനിക്കും അറിയാത്തത്. ആ സ്വർണത്തിന് വേണ്ടിയിട്ട് ഞാനും ഒരുപാട് ഓവറായിട്ട് സംസാരിച്ചു. ഇനി അത് തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ മാനം പോകും. എങ്ങനെയെങ്കിലും ആ സ്വർണം തിരികെ എടുത്തോണ്ട് വരണം. അമ്മേ, അത് എന്ന് പറയുമ്പോഴേക്കും, എന്താടാ പണം വേണമെന്നല്ലേ നീ ആലോചിക്കുന്നത്? അതും ശരി തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ എന്റെ സ്വർണം തരാം, നീ കുറച്ച് പണം അറേഞ്ച് ചെയ്തിട്ട് ആ സ്വർണം തിരികെ എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അതല്ല അമ്മേ, പണമല്ല പ്രശ്നം. എന്നാ അതിപ്പോ കിട്ടില്ല എന്ന് പറയാണേ, അതെന്താടാ? ഇന്ന് കട ലീവാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അതല്ല അമ്മേ, അത് ഞാൻ അമ്മേ പണയം വെക്കുകയല്ല ചെയ്തത്, വിറ്റു എന്നുള്ള കാര്യം പറയാണേ. അത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ്. എടാ പാവി, നീ എന്താ പറയുന്നത്? വിറ്റു എന്നോ? എടാ, നിന്റെ അടുത്ത് പണയം വെക്കാനല്ല ഞാൻ പറഞ്ഞത്. പണയം വെച്ച് കഴിഞ്ഞ് 4 ലക്ഷം രൂപ കിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോഴേക്കും, എന്താടാ നീ ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം ചോദിച്ചിട്ട് സുധിയെ ഇങ്ങനെ അടിക്കുവാണേ. എപ്പൊ നോക്കിയാലും നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് അടിക്കുക തന്നെയാണ് കേട്ടോ ചന്ദ്ര. സുധിയെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഭാമ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭാമയെ തട്ടി മാറ്റിയിട്ട് വീണ്ടും കൊടുക്കുവാണേ. തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് പണയം വെക്കാൻ വേണ്ടിയിട്ട്. നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ചോദിച്ചിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ടേ. നീ എന്താണ് ഇത് എന്റെ അടുത്ത് ആദ്യം പറയാണ്ടിരുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അമ്മയെ ഞാൻ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും ശ്രുതി വന്നു. പിന്നെ അമ്മയുടെ അടുത്ത് പറയാന്നുള്ള കാര്യം വിചാരിച്ചതോ, പക്ഷെ ഞാൻ മറന്നുപോയി. തിരികെ ചെല്ലുന്ന സമയത്ത് രവിയുടെ സ്വർണം ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ള കാര്യം ചോദിച്ചിട്ട് ടെൻഷനായി ഇരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. എന്തായാലും സ്വർണ്ണം ഇല്ലാതെ നിനക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് ഭാമ പറയുന്നുണ്ട്. അമ്മ, ആ കടക്കാരന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, നീ വിളിച്ചിട്ട് സംസാരിക്കടാ, ഞാൻ എന്റെ സ്വർണം തരാം, നീ ആ സ്വർണം തിരികെ എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് 2 കൈയും തലക്കടിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ചന്ദ്രമതിയുടെ കാര്യത്തിൽ ഉറപ്പായിട്ടൊരു തീരുമാനമായി എന്നുള്ള കാര്യം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം കേട്ടോ. രേവതിയുടെ സ്വർണ്ണം എടുത്ത ചന്ദ്രയ്ക്ക് ഇനി വീട്ടിൽ കയറാൻ പറ്റാത്തൊരു അവസ്ഥയാവാണ്. ഇനി അവരെന്തൊക്കെ ചെയ്തു കൂട്ടുന്നെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ബാക്കി